Question number 10. ഈ ക്വസ്റ്റ്യൻ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ലെസണിൽ നെറ്റ് കപ്പാസിറ്റൻസ് വെൻ മൾട്ടിപ്പിൾ ഡയലക്ട്രിക് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് അങ്ങനെ ഒരു ടോപ്പിക് ഉണ്ട്. ആ ടോപ്പിക് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കത് നോക്കാം. ഈ ഫിഗർ നോക്കിയാൽ നമുക്കിത് ചെയ്യാനുള്ളൊരു ലോജിക്ക് പറയാം. ഈ ലാസ്റ്റ് ഫിഗർ ഉണ്ടോ? എനിവേ ഇങ്ങനെ രണ്ട് കണ്ടക്റ്റിംഗ് പ്ലേറ്റ്സ് എടുത്തു. ഇതിനിടയ്ക്കുള്ള സെപ്പറേഷൻ ഡി ആണ്. ആക്ച്വലി ഈ ഹോൾ ഡിസ്റ്റൻസ് ഡി ആണ് അല്ലെ. പ്ലേറ്റ് ഏരിയ എ ആണെന്ന് വിചാരിക്കാം. അതിന് ഞാനിതാ ഇങ്ങനെ ആദ്യം ഇങ്ങനെയും ഞാൻ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെ, എനിക്ക് 4 കപ്പാസിറ്റേഴ്സ് കിട്ടും. ഇങ്ങനെ ഈ രണ്ടാളുകൾ ചേർന്ന ഒരു കപ്പാസിറ്റർ ഫോം ചെയ്യും. ഞാൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാണ് എനിക്ക് 4 കപ്പാസിറ്റേഴ്സിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഒരു കപ്പാസിറ്റർ ഇത് ഇങ്ങനെ ഒരു കപ്പാസിറ്റർ, പിന്നെ അടുത്ത കപ്പാസിറ്റർ ഇങ്ങനെ ഒരു കപ്പാസിറ്റർ അല്ലെ, പിന്നെ അടിയിൽ ഇവിടെ ഇങ്ങനെ ഒരു കപ്പാസിറ്റർ, ഇങ്ങനെ ഒരു കപ്പാസിറ്റർ, അങ്ങനെ 4 കപ്പാസിറ്റേഴ്സ്. ശരിയല്ലേ? ഈ 4 കപ്പാസിറ്റൻസ് നിങ്ങൾ നോക്കിയാൽ ഈ ഡിസ്റ്റൻസ് d/2 വരും. ഇങ്ങനെയാണ് ഞാൻ അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അല്ലെ. ഈ പ്ലേറ്റ് ഏരിയ a/2 വരും. ഓക്കെ, അപ്പൊ നമ്മൾ C = ε0 a/2 ഡിവൈഡ് ബൈ d/2 2 കട്ട് ചെയ്ത് പോയിക്കോളും. ε0 a/d എന്ന് വരും. ഓക്കെ, അപ്പൊ ഞാൻ പറയാണ് ഇത് എയർ ആണെങ്കിൽ ഇങ്ങനെ ഞാൻ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 4 കപ്പാസിറ്റേഴ്സ് ഉണ്ട് അല്ലെ. എല്ലാവരുടെയും കപ്പാസിറ്റൻസ് C ആണ്, ε0 a/d ആയിരിക്കുന്നത്. ഓക്കെ, ആ ഒരു ലോജിക് യൂസ് ചെയ്താൽ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് എൻ്റെ ഫസ്റ്റ് ഫിഗറിലേക്ക് പോവാണ്. ഞാൻ എൻ്റെ എ എന്ന് പറയുന്ന ഫിഗറിലേക്ക് പോവാണ്. ആ എ എന്ന് പറയുന്ന ഫിഗറിലേക്ക് ഞാൻ പോയാൽ ഫിഗർ എ ഞാൻ നോക്കുകയാണ്. ഇതൊക്കെ എയർ ആയിരുന്നെങ്കിൽ കപ്പാസിറ്റൻസ് C ആണ്. പക്ഷെ ഇവിടേക്ക് ഞാൻ ഡൈഇലക്ട്രിക് കൊടുത്താൽ ഇവന്റെ കപ്പാസിറ്റൻസ് K1C എന്നും ഇവൻ്റെത് K1C ഇങ്ങനെ ഡിവൈഡ് ചെയ്യണേ. ഇവൻ്റെത് K2C, ഇവൻ്റെത് K1C. ഓക്കെ, അപ്പൊ ഈ രണ്ടാളുകൾ എന്താണ്? സീരീസിലാണ് അല്ലെ. ഈ രണ്ടാളുകൾ സീരീസിലാണ്. ആ കോമ്പിനേഷൻ എന്തായിട്ട് വരും? പാരലൽ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ആ ഫിഗർ ഇങ്ങനെയാക്കി മാറ്റാണ്. ഈ രണ്ടാളുകൾ സീരീസിൽ. അപ്പൊ ആരൊക്കെ? ഒരു K1C ഉണ്ട്, പിന്നെ ഒരു K1C ഉണ്ട്. ഈ രണ്ടാളുകളും സീരീസിൽ. ഇവർ രണ്ടുപേരും സീരീസിൽ. ഓക്കെ, ഇനി താഴെ ആരൊക്കെ ഉണ്ട്? ഒരു K2C ഉണ്ട് അല്ലെ, പിന്നെ ഒരു K1C ഉണ്ട്. ഒരു രണ്ടുപേരും സീരീസിൽ. ഇനി ആ കോമ്പിനേഷൻ എന്തായിട്ട് കൺസിഡർ ചെയ്തു? പാരലൽ ആയിട്ട് കൺസിഡർ ചെയ്തു. ശരിയാണോ? അപ്പൊ ഈ കേസിൽ നെറ്റ് കപ്പാസിറ്റൻസ് CA ആണെങ്കിൽ ഈ മോളിൽ ഒരു ഫിഗർ കൂടി വരയ്ക്കാം. ഈ മോളിലുള്ള രണ്ടാളുകൾ എത്രയാവും? ഐഡന്റിക്കൽ അല്ലേ, സീരീസിലായതുകൊണ്ട് K1C ഡിവൈഡഡ് ബൈ 2. ശരിയല്ലേ? ഇനി താഴെ കാണുന്ന രണ്ടാളുകളില്ലേടാ, താഴെ കാണുന്ന രണ്ടാളുകൾ എന്ത് കണക്ഷനാ? അത് സീരീസിലാ അല്ലെ. സീരീസിലാണ് നമ്മൾ പ്രോഡക്റ്റ് ബൈ സം എന്നല്ല എടുക്കേണ്ടത് അല്ലെ. അപ്പൊ പ്രോഡക്റ്റ് ബൈ സം എടുത്താൽ ഇത് എത്ര വരും? K1 K2 ഡിവൈഡ് ബൈ K1 + K2 × C എന്ന് വരും. ഒരു C² മുകളിൽ താഴെ ഒരു C വരും. C² ഒരു C കട്ട് ചെയ്തു. ശരിയല്ലേ? ഇനി നിങ്ങൾ നോക്ക്, ആ K1C/2 അല്ലെ, ഈ രണ്ടാളുകളും എന്ത് കണക്ഷനാ? പാരലൽ കണക്ഷൻ അല്ലേ. അപ്പൊ നെറ്റ് കപ്പാസിറ്റൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ ഞാൻ പോരെ. അപ്പൊ നെറ്റ് കപ്പാസിറ്റൻസ് K1C/2 പ്ലസ് K1 K2 ഡിവൈഡഡ് ബൈ K1 + K2 × C. ഇതാണ് നമ്മളെ ഫസ്റ്റ് ഫിഗറിന്റെ കപ്പാസിറ്റൻസ് വരിക. ഓക്കെ, അപ്പൊ K1C/2 പ്ലസ് K1 K2 ബൈ K1 + K2 × C എന്ന് ഫസ്റ്റ് ഫിഗറിന്റെ കപ്പാസിറ്റൻസ്, നെറ്റ് കപ്പാസിറ്റൻസ് വരും. ഓക്കെ, ആ സെക്കൻഡ് ഫിഗറും ഞാൻ അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. ആ സെക്കൻഡ് ഫിഗറിനെയും ഞാൻ 4 കപ്പാസിറ്റേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്താ ഇവർ രണ്ടുപേരും സീരീസിൽ, ഇവനും സീരീസിൽ, ഇവനും സീരീസിൽ അല്ലെ. എന്നാൽ കോമ്പിനേഷൻ പാരലൽ ആയിട്ട് എടുക്കണം. അപ്പൊ ഫസ്റ്റ് 1 എന്ന് പറയുന്നത് എത്രയാ? K1C. ഓക്കെ, അപ്പൊ ഒരു K1C ഉണ്ട്. 2 എന്ന് പറയുന്നത് ആരാ? K2C അല്ലെ. താഴെ K2C അല്ലെ, K2C. ഇതാണ് ഫിഗർ. B എന്ന് പറയുന്ന ഫിഗറാണ് അല്ലെ.
നമ്മൾ നോക്കിയാൽ മുകളിൽ ഇവർ രണ്ടുപേരും എന്ത് കണക്ഷനാ? സീരീസിലല്ലടാ. സീരീസിലാണെങ്കിൽ പ്രോഡക്റ്റ് ബൈ സം ആയിരിക്കും അല്ലെ. അപ്പൊ അവിടെ മുകളിൽ ഒരൊറ്റ കപ്പാസിറ്റർ പ്രോഡക്റ്റ് ബൈ സം ആണെങ്കിൽ K1 K2 ഡിവൈഡ് ബൈ K1 പ്ലസ് K2 അല്ലെ ഇൻറ്റു സി വരും. ഇനി താഴെ ഐഡന്റിക്കൽ സീരീസ് അല്ലേ, പകുതിയാവും അല്ലെ. അപ്പൊ ഐഡന്റിക്കൽ കപ്പാസിറ്റേഴ്സ് സീരീസിലാണെങ്കിൽ അതിന്റെ പകുതിയാവും. അപ്പൊ K2C ഡിവൈഡ് ബൈ 2 എന്ന് വരും. ഓക്കെ, ഇനി ഇവര് രണ്ടുപേരും എന്ത് കണക്ഷനാ? പാരലൽ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. അപ്പൊ CB എന്ന് പറയുന്നത് ഇതാ K2C ഡിവൈഡ് ബൈ 2 പ്ലസ് K1 K2 ഡിവൈഡ് ബൈ K1 പ്ലസ് K2 ഇൻറ്റു സി. CB കിട്ടി. റൈറ്റ്. സിമിലർലി ആ മൂന്നാമത്തെ ഫിഗറിന്റെ കപ്പാസിറ്റൻസ് കൂടി ചെയ്ത് നോക്കാം നമുക്ക്. റൈറ്റ്. അപ്പൊ മൂന്നാമത്തെ ഫിഗർ നോക്കിയാൽ ഇത് 1, ഇത് 2, 3, 4 അല്ലെ. ആ 1ഉം 3 എന്തായിട്ട് എടുക്കണം? 1ഉം 2 എന്തായിട്ട് എടുക്കണം? സീരീസില് അല്ലെ. 3ഉം 4ഉം സീരീസില്. ആ കോമ്പിനേഷൻ പാരലായിട്ട് എടുക്കണം. ഓക്കെ, അപ്പൊ നമ്മള് സി എന്ന് പറയുന്ന ഫിഗർ നോക്കിയാല് 1, 2 രണ്ടും സീരീസില് അല്ലെ. 1 ആരാ? K2C അല്ലെ. 2 ആരാ? K1C. ഇനി 3ഉം 4ഉം സീരീസില്. 3, 4 സീരീസ് അല്ലെ. ആ 3 ആരാ? K1C അല്ലെ. 4 ആരാ? K2C. ഇങ്ങനെയാണ് ഫിഗർ ഉള്ളത്. റൈറ്റ്. ഇനി നമ്മൾ നോക്കിയാല് എടാ ഈ രണ്ടാളും ഡിഫറെന്റ് കപ്പാസിറ്റൻസ് അല്ലേ, സീരീസിലല്ലേ, പ്രോഡക്റ്റ് ബൈ സമ്മ, ഇതും പ്രോഡക്റ്റ് ബൈ സമ്മ അല്ലെ. അപ്പൊ നമ്മൾ അങ്ങനെ എടുത്താല് മോൾ ഒരു സിംഗിൾ കപ്പാസിറ്റർ പ്രോഡക്റ്റ് ബൈ സം എടുത്താല് K1 K2 ബൈ K1 പ്ലസ് K2 ഇൻറ്റു സി. ശരിയാണോ? താഴെയും ഇവർ രണ്ടുപേരും സീരീസില് പ്രോഡക്റ്റ് ബൈ സമ്മ K1 K2 ബൈ K1 പ്ലസ് K2 ഇൻറ്റു സി അല്ലെ. അപ്പൊ ഈ ലാസ്റ്റ് ഫിഗറിന്റെ കപ്പാസിറ്റൻസ് നമ്മൾ നോക്കിയാൽ ഇത് രണ്ട് ആഡ് ചെയ്യണം അല്ലെ. അപ്പൊ K1 K2C ഡിവൈഡ് ബൈ K1 പ്ലസ് K2 ഇൻ പ്ലസ് K1 K2C ഡിവൈഡ് ബൈ K1 പ്ലസ് K2. ഓക്കെ, ഇതില് മൂന്നെണ്ണത്തിലും ഏതാണ് വലുത് എന്നല്ലേ ക്വസ്റ്റ്യൻ അല്ലെ. നിങ്ങൾ ശ്രദ്ധിച്ചോ, അതൊരു ഓർഡറിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ആ CA എന്ന് പറയുന്നത് എന്താണെന്നറിയോ? K1C ഡിവൈഡ് ബൈ 2 പ്ലസ് K1 K2C ഡിവൈഡ് ബൈ K1 പ്ലസ് K2. ശരിയല്ലേ? CB എന്താണെന്നറിയോ? K2C ഡിവൈഡ് ബൈ 2 പ്ലസ് K1 K2C ഡിവൈഡ് ബൈ K1 പ്ലസ് K2. ആ C എന്ന് പറയുന്നത് K1 K2 ഡിവൈഡഡ് ബൈ K1 പ്ലസ് K2 C പ്ലസ് K1 K2C ബൈ K1 പ്ലസ് K2. ഇങ്ങനെ വരും അല്ലെ. ഈ മൂന്ന് കപ്പാസിറ്റൻസ് നിങ്ങൾ എഴുതിയതില് ആ സെക്കൻഡ് ടേം എല്ലാത്തിലും സെയിം അല്ലടാ അല്ലെ. അങ്ങനെ സെക്കൻഡ് ടേം എല്ലാത്തിലും സെയിം ആണെങ്കിൽ പിന്നെ വില വാല്യൂവിനെ ഡിസൈഡ് ചെയ്യുന്നത് ആ ഫസ്റ്റ് വരുന്ന ആളുകളല്ലേ. ശരിയാണോ അല്ലെ? ആ ഫസ്റ്റ് വരുന്ന ആളുകളാണ് അല്ലെ വാല്യൂവിനെ ഡിസൈഡ് ചെയ്യുന്നത്. അതിന് വളരെ കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. K1 ഗ്രേറ്റർ ദാൻ K2 അല്ലടാ അല്ലെ. അപ്പൊ K1 ഗ്രേറ്റർ ദാൻ K2 ആണെങ്കിൽ അല്ലെ, അപ്പൊ K1 ഗ്രേറ്റർ ദാൻ K2 അല്ലെ. ഓക്കെ, ഇനി ആ K1 K2 ബൈ K1 പ്ലസ് K2 എന്തായിരിക്കും എന്നറിയോ? ഓക്കെ, ഏറ്റവും സ്മോളസ്റ്റിനേക്കാളും വലുതായിരിക്കും അല്ലെ, ബിഗറിനേക്കാളും ലെസ്സും ആയിരിക്കും. ഓക്കെ, അതൊന്നൊരു ക്ലിയർ ആവണമെങ്കിൽ ഞാൻ ആ വാല്യൂ വെച്ച് വെറുതെ ഒന്ന് പറയാം. സപ്പോസ് K1ന്റെ വാല്യൂ 10, K1 ഈക്വൽ ടു 10 ആണ്, K2 ഈക്വൽ ടു 5 ആണ്. ഓക്കെ, സോ നമ്മൾ K1 ഡിവൈഡഡ് ബൈ 2 നോക്കിയാൽ അത് 5 എന്ന് വരും. റൈറ്റ്. K2 ഡിവൈഡ് ബൈ 2 നോക്കിയാൽ അത് 2.5 എന്ന് വരും. ഓക്കെ, ഇനി K1 K2 ബൈ K1 പ്ലസ് K2 ആണ് ഞാൻ നോക്കുന്നതെങ്കിൽ അല്ലെ, അത് 10 into 5 50 ഡിവൈഡ് ബൈ 15. അപ്പൊ 50 ഡിവൈഡ് ബൈ 15 എന്ന് പറയുന്നത് 3 പോയിന്റ് സംതിങ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ ഓർഡറിൽ എഴുതിയാല് K1 ബൈ 2 ആണ് മാക്സിമം അല്ലെ, മിനിമം K2 ബൈ 2 ആണെന്ന് അല്ലെ. അപ്പൊ ഇതിന്റെ ഓർഡർ നോക്ക്, K1 ബൈ 2 മാക്സിമം,
അത് കഴിഞ്ഞാൽ ശരിക്കും K1 K2 ബൈ K1 പ്ലസ് K2 അല്ലേ വരുന്നത്? മിനിമം അല്ലേ K2/2 വാല്യൂ വരുന്നത് അല്ലേ? അപ്പൊ ഈ ഒരു ഇതില് അപ്പൊ K2/2 ആണ് മിനിമെങ്കിൽ CB മിനിമം ആയിരിക്കൂലേ എന്ന്. കാരണം ഇത് ഓൾറെഡി ഇത് എല്ലാത്തിലും സെയിം ആണ് അല്ലേ? പിന്നെ ഇവനാണ് മാക്സിമം അല്ലേ? ഇവനാണ് മിനിമം. അങ്ങനെയാണെങ്കിൽ CA മാക്സിമവും CB മിനിമം ആയിരിക്കൂലേ അല്ലെ? അപ്പൊ ആൻസർ ഏതാ വരിക? CA മാക്സിമം വരണം, CB മിനിമം വരണം. അപ്പൊ CA മാക്സിമവും CB മിനിമം വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ.